ഹലോ. അപ്പം നമുക്ക് ഒന്നാമത്തെ ശേഷം വീഡിയോ എടുക്കാണ്. പള്ളിയിലേക്കാണ് പോകുന്നത്. ഇപ്പം സ്വാഭാവികം ഒരു സൺഡേയാണ്. അപ്പം നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. ഞാൻ ബ്ലോഗ് എടുക്കാൻ മറന്നു പോയോ എന്തെങ്കിലും എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പക്ഷെ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. നമുക്ക് പള്ളിയിലേക്ക് പോയി വരാം. നമുക്ക് എന്തായാലും പറയാനുള്ളത് കുറെ നാളുകൾക്ക് ശേഷം നോക്കിയില്ലെങ്കിൽ തോന്നുന്നുണ്ടോ എന്തെങ്കിലും എന്തോ ഒരു ഗ്യാപ്പ് അല്ലേ? എന്താണ് ഒരു ഗ്യാപ്പ്? അതൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നത് സംസാരിക്കുമ്പോൾ എന്തോ പോലെ മറന്നു പോയാലെ ചില കാര്യങ്ങൾ ഓർത്തെടുക്കണം. നല്ലതാണ്. അപ്പോൾ നമ്മളോട് കൂടുതലിരിക്കുകയാണ്. എല്ലാവർക്കും ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ആളെ കുറെ നാളായോ കണ്ടിട്ട് ഒരു ഫീൽ വന്നേക്കാം. എന്നാലും നമ്മള് സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്ത് നമ്മള് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോ ഇത് ഭയങ്കര പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ പള്ളിയിലേക്ക് ചെല്ലുമ്പോഴേക്കും ആളെ വേർത്ത് ഇതായി. പിന്നെ എന്തൊക്കെ പറയുന്നു, എന്തൊക്കെയുണ്ടാ വിശേഷം? ഞങ്ങളിങ്ങനെയൊക്കെ പോകുന്നു. അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടീസ്? ചൂടൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പോകെ ശരിയാവുന്ന വിചാരിക്കുന്നു. അപ്പൊ ഈ അടുത്തായിട്ട് കുറച്ച് വ്ളോഗുകളൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ദൈവം സഹായിച്ചാൽ നടക്കട്ടെ. അപ്പം പള്ളിയിലൊക്കെ പോയി വരുമ്പോഴേക്കും കുറച്ചുകൂടെ ഉഷാറാവുന്നതായിരിക്കും. നമുക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ സുഖമാണ് നടന്നത്. ഈ നിമിഷം എനിക്ക് വളരെ അഭിമാനം പുളക്കുകയായിരിക്കുകയാണ്. കാരണം അത് നല്ലൊരു കാര്യമില്ല. ഇപ്പം ചിലവരോട് യാത്ര ചെയ്യുന്നത് നമുക്ക് മടുക്കില്ലല്ലോ. എന്നാലും ഒരാളോട് യാത്ര ചെയ്യുമ്പോൾ സുഖമാണെന്ന് കേൾക്കുന്നതൊരു സന്തോഷമാണ്. എനിക്കും അവരോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെയാണ്. I'm excited to edit this vlog. കുറെ കാലമായി ഒരു വ്ളോഗ് എടുത്തിട്ട് നമ്മളെപ്പോഴും വണ്ടി എടുക്കുമ്പോൾ വിശ്വാസമാണ് നമ്മൾ ചോദിക്കാറുണ്ട്. പിന്നെ 91 സങ്കീർത്തനവും ചൊല്ലാറുണ്ട്. ശരിക്കില്ല കേട്ടോ. എന്റെ വിശ്വാസം വളർത്തുന്ന തെറ്റുകൾ സാധനം ക്ഷമിക്കണം.
10 മുതല് ഈ വചനം കാണപ്പെടണം. അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കാൻ പറഞ്ഞത്. പിന്നെ 23-ാം സങ്കീർത്തനം കൂടെ അറിയായിരുന്നു. ഞാൻ മറന്നുപോയി, പക്ഷെ 91-ാം സങ്കീർത്തനമാണ് എപ്പോഴും ചൊല്ലാറ്. അങ്ങനെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് നമുക്ക് ചൊല്ലും. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. 91-ാം സങ്കീർത്തനം പ്രാർത്ഥിച്ച് നോക്കാം, നല്ലതായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് കാര്യം കാണിച്ചുതരാം. ഇതാണ് മഞ്ചാടി. കുറെ നാളെ മഞ്ചാടി കൊണ്ട് ഇങ്ങനെ മാല ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം മഞ്ചാടി കുരു നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കും. ഈ മഞ്ചാടിക്ക് ഒരു കുഞ്ഞിക്കുരു വേറെ. കുഞ്ഞിക്കുരു എന്ന് വെച്ചാൽ ചുവന്നതില് ബ്ലാക്ക് ഡോട്ട് ഉള്ളതാണ് കുഞ്ഞിക്കുരു. മഞ്ചാടിക്കുരു. ഡോട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് 2 കളറ് ബ്ലാക്ക്. അത് ഇതിനൊക്കെ കുറച്ചും കൂടെ കുഞ്ഞിതായിരിക്കും. ഇത് കുറച്ചും കൂടെ വലുത്. അപ്പം ഇതിനകത്ത് ഈ ഹോളിടാൻ കുറച്ച് പാടാണ്. അപ്പൊ അതെനിക്ക് പാപ്പന അത് ചെയ്തു തന്നെ. പക്ഷെ ഞാനിപ്പോ അത് കമ്മലിലും കമ്മല് വീട്ടിലുണ്ട്. പിന്നെ പാദസരം കുറെ കലയെ അങ്ങനെ ചേർന്നാക്കി അത് നമ്മൾ ചെയ്തു. പണ്ട് മമ്മി ഞാനും കൂടെ കുഞ്ഞിക്കുരു പറിക്കാൻ പോയിട്ടുണ്ട് അല്ലേ മമ്മി? മറ്റേ ഒരു പൂരം വേലം ഇവിടെ ഒരു ബേക്കറുണ്ട്. ബേക്കറി കാണുമ്പോ അപ്പേക്ക് ഷേക്ക് കുടിക്കാൻ തോന്നും. പക്ഷെ പാലിന്റെ കുത്തില്ലാത്ത ഷേക്കാണ് എനിക്ക് ഇഷ്ടമുള്ളൂ. ഒത്തിരി ആ പാലിന്റെ ചുമ വരണത് നോട്ട് എ ഗുഡ് ഐഡിയ. ഒരു വൈക്കോൽ ചേട്ടനുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ. ഇതാണ് വൈക്കോൽ. അപ്പൊ നമ്മൾ പോവുകയാണ്. ബൈ ബൈ. എന്താ ഒരു രസം. ഈ ഇടയ്ക്ക് നല്ല ഇഷ്ടം. പണ്ടത്തെ ഓരോ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഞങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്തിരുന്ന് കാണാം. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞങ്ങൾ പഴയ ആടൊക്കെ അതില് സോങ്സും മറ്റേ ഷീമാട്ടിടാട് നമ്മുടെ അല്ലെങ്കിൽ കുറേ ഉണ്ട്. കോപ്പിറൈറ്റ് ഇട്ടില്ലെന്ന് ഞാൻ ഇന്നത്തെ കാണിച്ചതല്ലേ. ദേഷ്യായിരിക്കില്ലേ? പരസ്യം കാണുന്നത് ദേഷ്യായിരിക്കില്ലേ? പക്ഷെ ഞങ്ങൾക്ക് പരസ്യം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളത് നോട്ടീസ് ചെയ്യും. അതില് പാട്ടും വിഷ്വൽസും അങ്ങനെ. ഹലോ, അങ്ങനെ കുർബാന കഴിഞ്ഞു. മുടി കെട്ടി വെക്കാൻ ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷെ എന്തോ ലാസ്റ്റ്
കഴിച്ചിട്ടും എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഇവിടെ വണ്ടികൾ നിറച്ച് അപ്പുറത്തും ഇപ്പുറത്തും ബ്ലോക്കായി നടക്കുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പെട്രോൾ ഡീസൽ അടിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിൽ ഓഫർ തുടങ്ങിയാണ്. 1000 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ 20 രൂപ ഇങ്ങോട്ട് തരും. ഇങ്ങനെ ഒരു ഗ്ലോവ് കാണുന്നുണ്ടോ? 20 രൂപ കയറാൻ പോണതിൻ്റെ ഒരു ഗ്ലോവാണ്. നമ്മൾ ഫ്രണ്ടിൽ കാണിക്കുന്നതാണ് വെച്ചാൽ ഓക്കെ ചേച്ചിയാണ് നമുക്ക് പറഞ്ഞു. പൈസ പോയതിൻ്റെ മെസ്സേജ് വന്നതിൻ്റെ മെസ്സേജ് കണ്ടു. താങ്ക് യു. എവിടെ 20 രൂപ? യെസ്, 20 രൂപ കയറിയിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അങ്ങനെ നമ്മൾ 1000 രൂപയുടെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഗൂഗിൾ പേ ചെയ്ത് നമുക്ക് കയറും. അപ്പം ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തോ പറയാൻ വന്നായിരുന്നല്ലോ, എന്താണെന്ന് മറന്നുപോയി. പൊന്മാന്റെ പോസ്റ്റർ എന്തൊരു സൂപ്പർ സിനിമയും ഇഷ്ടായില്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടായി. അതിന്റെ ആ കൂടെ എനിക്കിഷ്ടായി. പൊട്ട ലെഫ്റ്റ് ഓൾ ഹിയർ. നമ്മൾ ഈ അടുത്ത് കണ്ടിട്ട് അത് ഒരു ട്രൂ സ്റ്റോറിയാതെ പിന്നെ എനിക്ക് അത് കേട്ടപ്പോൾ ഒന്നുകൂടെ ഒരു എന്റെ പേരിലത്തെ പണ്ടികളാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മസാല ദോശ കഴിച്ച് ഇങ്ങനെ നോക്കിയാണ്. മമ്മി കഴിച്ചില്ല, കാരണം നമ്മളൊരു ത്യാഗിയായ അമ്മയായി നമ്മളെ കണ്ടിട്ടില്ല. മമ്മി കാപ്പി മാത്രം കുടിച്ചത്, പിന്നെ ബാക്കി ഇവിടെ കഴിച്ചോട്ടെ എനിക്ക് മാത്രമായിട്ടത്. അങ്ങനെയാണ് ഇപ്പൊ ഉണ്ടായ സീനാണ്. നമുക്കൊരു സിനിമയിലേക്ക് ആഡ് ചെയ്യാം ആ സീൻ. ഞാൻ എന്റെ സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റഡ് ബൈ ബ്യൂട്ടിഫുൾ ഞാൻ
അവനിക്ക് എന്നെ കണ്ടപ്പോ ചിരിക്കണോ വേണ്ടെന്ന് അറിയാത്തൊരവസ്ഥയായി പോയി. ഞാൻ ചുറ്റും അവകാശപ്പെടുന്ന അജ്ഞാത നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കോളുകൾ ലഭിക്കുകയാണെങ്കിൽ പരിഭ്രാന്തരാകരുത്. അവർ സൈബർ കുറ്റവാളികളായിരിക്കാം. ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 ഉടൻ തന്നെ അവരെ കുറിച്ച് അറിയിക്കുക. ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിക്കുന്നത്. താങ്കൾ വിളിക്കുന്ന നമ്പറിൽ ഇൻകമിംഗ് കോൾസ് ലഭിക്കുന്നതല്ല. റീചാർജ് ചെയ്തതിനു ശേഷം ഈ സേവനം തുടരുന്നതായിരിക്കും. The number you have dialed does not have incoming service currently. This service will be activated after recharge. When you say I'm the one, so is it a love? Yeah, is it a love? Yeah, so is it a love? And I like when you say I'm the one, so is it a love? Yeah, is it a love? Yeah, yeah, I can even focus on sleeping. You're so pretty every day I'm thinking, baby, could you help me cause I'm freezing. If it wasn't serious cause you miss me, you say that you will love me every night and day, and I promised you that I would do the same. I know that nobody will love you the same way. Yeah, so is it love? ചായ കൂടുതലാണോ? ഒരു ഗ്ലാസ്. അതായത് മിനിങ്ങാന്ന് ചായ വെച്ച അധികമായി. അപ്പം എന്താ പറയാ, അപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞപ്പോ മതിയായി. പക്ഷെ ഇന്നലെ കറക്റ്റ് ഒരു ഗ്ലാസ് വെച്ചു. അപ്പൊ എനിക്ക് പിന്നെയും ചായ കുടിക്കാൻ തോന്നിട്ട് വീട്ടിൽ രണ്ടാമത് ചായ വെച്ചു. അപ്പൊ അതുകൊണ്ടാണ് മമ്മി ഇപ്പൊ ചോദിച്ചത് എത്ര ഗ്ലാസ് വേണം, എത്ര ഗ്ലാസ് അടിക്കും എന്ന് ചോദിച്ചത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഗ്ലാസ് മതിയെന്ന്. ചിലപ്പോൾ കുടിച്ച് കഴിയുമ്പോൾ വീണ്ടും കൊതി വരും. ഓക്കെ, സാരില്ല. ഓക്കെ, അപ്പോൾ കുറെ നേരം കൂടി വ്ലോഗ് എടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഇല്ലാതില്ല. ഇത് എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ മൂഡ് മാറാം. കൂടുതൽ ഡിലീറ്റ് ചെയ്തു ചിലപ്പോൾ വീട്ടിൽ വേണ്ട 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 ആ പിന്നെ കാര്യം, ഈ മഞ്ചാടിയിൽ ഉറുമ്പ് കയറും. നമ്മുടെ ഇപ്പം എന്താ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് പോയ ഉറുമ്പ് കയറി ഇങ്ങനെ അരിക്കില്ലേ, അതുപോലെ മഞ്ചാടിയിൽ ഉറുമ്പ് കയറിയിരിക്കും. അത് വളരെ ഒരു പുതിയൊരു നോളേജ് ആയിരുന്നു എനിക്ക്. കണ്ട പിന്നെ ഇതിട്ട് കുളിച്ച് അമ്മ ഉണങ്ങാത്തോണ്ടായിരിക്കും. എനിക്ക് അവനോട് എന്താ അങ്ങനെയാണ്. അത് ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പോലും ഉറുമ്പിച്ചു. ഇങ്ങനെയൊക്കെ ആവും. മമ്മി പറഞ്ഞത് അത് കറക്റ്റായിട്ട് ഉണങ്ങാത്തോണ്ടായിരിക്കുന്ന പറയണേ. അപ്പം ചായയിൽ അററൂട്ട് ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഇന്ന് നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ചട്ടയെ വെച്ച് മുകളത്തെ ടിന്നൊക്കെ എടുക്കണം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ അപ്പൊ നമ്മളിപ്പം ചായ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് എന്താണ് ഇതിന്റെ പേര്, ഗ്രാമ്പൂടാണ്. ബോട്ടിൽ ഫില്ല് ചെയ്യാം.
നോക്കി നമുക്ക് ചായപ്പൊടി ഇടാറായി. സാരമില്ല. ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കോമ്പിനേഷൻ. ഇതിങ്ങനെ എടുക്കുക, അതിനുശേഷം മുക്കുക. അയ്യോ ഇതാണ് അതിൻ്റെ നമ്മൾ ഇത് മുക്കണേക്ക് ഒരു പാകമുണ്ട്. ഇതിലേക്ക് ഉള്ളിൽ വീണ് പോകാതെ നമ്മള് അത് കുറെ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഇതാ അറിയാൻ പറ്റൂ. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പം ഇന്ന് ഞാൻ കാലത്ത് പറഞ്ഞുള്ളൂ, എന്താ പറയുക, മറ്റേ 23 സങ്കീർത്തനം ഞങ്ങളിപ്പം പറയാറില്ല, അത് മറന്നുപോയി എന്നുള്ളത്. മറന്നുപോയി എന്നല്ല, അത് ഫുള്ളായിട്ട് അറിയായിരുന്നു. ഇപ്പം 91 സങ്കീർത്തനം ഫുൾ അറിയണ പോലെ ഇത് ഫുൾ കാണാപ്പാട് അറിയായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഒരു കർത്താവിൻ്റെ ഇടയിലാവുന്ന എനിക്കൊന്നും കുറവുണ്ടാവില്ല അങ്ങനെ മാത്രം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാണ്ട് ഫുള്ളായിട്ട് മറന്നുപോയി. പക്ഷെ ഇന്ന് അത് ഞാൻ പറഞ്ഞു, നിങ്ങളത് വിട്ടു. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു സൈൻ കിട്ടിയത് അത് പറയണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഒരു സൈൻ കിട്ടി. Psalm 23:5 ഞാൻ വായിക്കാം. ഡിക്ലയർ ദ വേർഡ് ഡെയിലി, സ്പീക്ക് Psalm 23:5-6 എവറി ഡേ ദിസ് വീക്ക്, പേഴ്സണലൈസ് ഇറ്റ്, സേ ദ ലോർഡ് prepares a table before me, my head is anointed, my cup overflows. ഇത്രയും വലിയൊരു സൈൻ എവിടെ നിന്ന് കിട്ടും? അപ്പം അങ്ങനെ ഒരു സൈൻ കിട്ടിയിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ വായിച്ച് കേൾപ്പിക്കാം, ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ന്. അപ്പോൾ ഓക്കെ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ നാളുകൂടി നല്ല നല്ല രസം. ഓക്കെ, അപ്പം ഞാൻ വായിക്കാൻ പോണേ. ഇതാണ് ബൈബിൾ. ഓക്കെ, ഇത് മമ്മിയുടെ ബൈബിളാണ്. ഓക്കെ, സങ്കീർത്തനങ്ങൾ 23. കർത്താവ് എൻ്റെ ഇടയൻ. കർത്താവ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുന്ന് നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഇതാണ് വചനം. അപ്പോൾ അതിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഈ ദിസ് വീക്ക് പിന്നെയും പ്രാർത്ഥിക്കാൻ പറഞ്ഞ വചനം ഇതാണ്. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. ഇതാണ് പ്രാർത്ഥിക്കാൻ കണ്ടത്. നമ്മൾ കാലത്ത് പറഞ്ഞ ഓർത്തില്ലല്ലോ സൈൻ നമുക്ക് കിട്ടുന്നത്. ദൈവമെല്ലാം കാണുന്നു, ദൈവമെല്ലാം അറിയുന്നു. നമ്മൾ ജനിക്കുന്നതിന് മുൻപേ എന്തായിരുന്നത് അമ്മയുടെ വിധത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ എന്നെ അറിഞ്ഞു. എപ്പോഴും നമ്മുടെ ചുറ്റും പല പല സൈൻസ് ഉണ്ടാവും. ദൈവം നമ്മളോട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കും, നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ പല പ്രാവശ്യം ഞാൻ ഞെട്ടാറുണ്ട്. ഈ വീക്ക് ഈ വർഷം തന്നെ ഒരു വളരെയധികം സിഗ്നിഫിക്കൻറ്റ് വർഷമാണ്. സോ കർത്താവിൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. നമ്മൾ ആ വചനം ഇടയ്ക്കിടയ്ക്ക് പറയണം.
അത് പറഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിഫറൻസ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ പറയൂ. എന്നിട്ട് നിങ്ങൾ പറയൂ കേട്ടോ. മമ്മി എന്നെ അവിടെ നിന്ന് പ്രൗഡായിട്ട് നോക്കും. ഓക്കെ, അപ്പം വിചാരിക്കും എല്ലാം ഒന്ന് അടുക്കി പതുക്കി വെക്കാമെന്ന്. ഞാനിവിടെ എൻ്റെ കുറേ ഇയറിങ്സും ഓർണമെന്റ്സ് എല്ലാം കൂടി ഇവിടെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഒന്നുമില്ല, എന്നാലും യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് മാറ്റിയിടാൻ നേരത്തെ അത് അവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകും. കണ്ടോ? Look at that. അതില് 2 ഫോട്ടോസ്. സോ ഐ ഗോട്ട് ദിസ് ആസ് എ ഗിഫ്റ്റ് ഫ്രം മൈ കൊളീഗ്സ്. ഇതിൽ തന്നെ 2 ഐ അബ്സല്യൂട്ട്ലി ലവ് ദ ഫ്രെയിം. സച്ച് എ ബ്യൂട്ടിഫുൾ ഫ്രെയിം. ഇതിനകത്ത് 2 ഫോട്ടോസ് ഉണ്ട്. 2 ഫോട്ടോസ് ഇതാണ് അടുക്കി വെക്കാമെന്നാണ് പ്രശ്നം. ഞാൻ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ നോക്കി. സോ there is another photo also. So I can just ബോറടിക്കുമ്പോൾ ഇത് വയ്ക്കും. അതിന് കുറെ കണ്ടുപിടിക്കും, ഇത് വയ്ക്കും. സോ കുറെ നാൾ ഇതായിരുന്നു. സോ ഐ തിങ്ക് ഓക്കെ, just like that. And these two photos are very significant. The story behind these photos are not a great story, but for me these 2 photos are very important. Behind every photo there is a story, right? Behind every photo, like let it be any photo, but behind that there will be a story. So behind these 2 photos, yeah, there is a beautiful story. So my sister made this for me. I absolutely love the way she made it. Just look at the colors, okay? Like from light to dark it goes, like, yeah. And this is just like a lemon with a sunset theme. Like, just look at that. Like this, the yellow, the pink, the red, just like that. And this, because pink is one of my favorite colors. Like, yeah, just like that. So yeah, I absolutely love. So C, because my name starts with C, just like that. Just like that. This rosary, I got this when I went for a function. And like my mother's mother gifted it to me. It is there, a Bible is there. Okay. Oh. Then these are handwritten greeting cards which I got from kids. We have, so it's written, we have got an exciting gift for each one of you. Thank you for being such a wonderful teacher. Okay. Then I have my diary, a lot of things here. Let me just, if I sit like this, I'll sit for hours and hours explaining these things, and you will eventually get bored of it. So let me just arrange this. Like, there are few books here. Okay. Okay, so I'll just come back after cleaning it up, okay? അപ്പോൾ നമ്മൾ കുറച്ച് തണ്ണിമത്തൻ കഴിക്കാൻ പോവാണ്. നമ്മളതിനെ തണ്ണീർമത്തൻ എന്നാണ്, പക്ഷേ തണ്ണിമത്തൻ എന്നാണ് പറയാറ്, വാട്ടർമെലൻ. ഓക്കെ ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല, അടിക്ക് പെറുക്കിയില്ല, പെട്ടെന്ന് തന്നെ വിശന്നു, അപ്പം ഇങ്ങോട്ട് പോന്നു. ഓ रिश्ता
അതായത് വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ വാട്ടർമെലൺ മാത്രം കഴിക്കാമെന്ന് വിചാരിച്ച് വാട്ടർമെലൺ ഒരു പ്ലേറ്റ് വാട്ടർമെലൺ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് പോപ്കോൺ കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ തിയേറ്ററിലേക്ക് പോയി. അപ്പോഴാണ് തോന്നുന്നത് കുറച്ച് നൂഡിൽസ് കഴിക്കാം. നമുക്ക് നൂഡിൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും വീണ്ടും കാണാം. അതിനെക്കുറിച്ച് നമുക്ക് എന്താ അഭിപ്രായം? കഴിക്കാൻ തോന്നുന്നത് കഴിക്കുക. മമ്മിക്കാണ് ഞാൻ എത്ര കഴിച്ചാലും സന്തോഷം. ബൈ ബൈ.